നമസ്കാരം. കേരള ട്രഷറി കോഡിന്റെ 15ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ബാങ്കുകൾ മുഖേന പണമിടപാട് നടത്തുന്ന ട്രഷറികളുടെ ആ ഒരു ഡീലിങ്സ് ആണ് നമ്മൾ പറയുന്നത്. നമുക്കറിയാം, രണ്ട് തരം ട്രഷറികളാണ് ഉള്ളത്: ബാങ്കിങ് ട്രഷറിയും നോൺ ബാങ്കിങ് ട്രഷറിയും. ഇപ്പൊ ബാങ്കിങ് ട്രഷറി എന്ന് പറഞ്ഞാൽ ട്രഷറിയുടെ ഇടപാടുകൾ ബാങ്കാണ് നടത്തുക. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ടൗണിൽ ട്രഷറി ഒരു സ്ഥലത്തുണ്ടാവും. അവിടെ കൊടുക്കുന്ന ബില്ലുകളൊക്കെ ക്യാഷ് കിട്ടുന്നത് തൊട്ടടുത്തുള്ള സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ശാഖയിൽ നിന്നായിരിക്കും. അപ്പോൾ ചിലപ്പോൾ തൊട്ടടുത്തടുത്ത ബിൽഡിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു 10-100 മീറ്റർ അപ്പുറത്തുള്ള അതേ ടൗണിലത്തെ കുറച്ചപ്പുറത്തുള്ള ഒരു ബാങ്ക് ആയിരിക്കാം. അപ്പോൾ അതാണ് ബാങ്കിങ് ട്രഷറി എന്ന് പറയുന്നത്. ട്രഷറിയിൽ ബില്ല് പാസ്സാക്കുന്നതൊക്കെ, ബില്ലുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ പാസ്സാക്കുന്നത് ട്രഷറി, പക്ഷെ ക്യാഷ് കൊടുക്കുന്നത് ബാങ്കിൽ നിന്നാണ്. അത്തരം ട്രഷറികളാണ് ബാങ്കിങ് ട്രഷറി എന്ന് പറയുന്നത്. അപ്പോ ട്രഷറി അതിന്റെ ക്യാഷ് ബിസിനസ്സുകൾ ഒരു ബാങ്ക് വഴി നടത്തുന്ന സ്ഥലങ്ങളിൽ ഗവൺമെന്റ് ഏതെങ്കിലും തരത്തിലുള്ള പേയ്മെന്റ് മറ്റേതെങ്കിലും വിധത്തിൽ നടത്തണമെന്ന് ഉത്തരവായിട്ടില്ലെങ്കിൽ സാധാരണഗതിയിൽ ട്രഷറിയുടെ എല്ലാ പേയ്മെന്റുകളും നടത്തുന്നത് ബാങ്കായിരിക്കും. അതാണ് ബാങ്കിങ് ട്രഷറി. ബാങ്കിങ് ട്രഷറിയാണ് ഡീലിങ്സ് നടക്കുന്നതെങ്കിൽ അങ്ങനെയായിരിക്കും നടത്തുക. അതിന് ചില കാര്യങ്ങളിലും മാത്രം എക്സെപ്ഷൻസ് ഉണ്ട്, അത് ഞാൻ പറയാം. അതിലൊന്ന്, ട്രഷറി സേവിങ്സ് ബാങ്കുമായി ബന്ധപ്പെട്ട എല്ലാ പണമിടപാടുകളും, ബാക്കി പൊതുവെ എല്ലാ കാര്യങ്ങളും പണമിടപാടുകൾ നടത്തുന്നത് ട്രഷറിയുടെ എല്ലാ പണമിടപാടുകളും നടത്തുന്നത് ബാങ്കാണ്. എന്നാൽ ട്രഷറി സേവിങ്സ് ബാങ്കുമായി ബന്ധപ്പെട്ട എല്ലാ പണമിടപാടുകളും ട്രഷറിയിൽ തന്നെ നടത്തേണ്ടതാണ്. എന്താണ് ട്രഷറി സേവിങ്സ് ബാങ്ക്? നമുക്കറിയാം, ബാങ്കിൽ നമ്മൾ SB അക്കൗണ്ട് ഓപ്പൺ ചെയ്യാറുണ്ട്, സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്. അതേപോലെ നമുക്ക് ട്രഷറിയിലും സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. അത് നമ്മൾ TSB എന്നാ പറയാം. TSB, ട്രഷറി സേവിങ്സ് ബാങ്ക്. അതിന് പാസ്ബുക്കും എല്ലാ കാര്യങ്ങളും അതിനും ഉണ്ട്. അത്തരത്തിൽ ട്രഷറി സേവിങ്സ് ബാങ്കുമായി ബന്ധപ്പെട്ട പണം കൊടുക്കൽ വാങ്ങലൊക്കെ നടത്തേണ്ടത് ട്രഷറിയിൽ തന്നെയാണ്, അത് ബാങ്കിലല്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ അവിടെ ഒരു എക്സംഷൻ ആണ്. ഒരു ബാങ്കിങ് ട്രഷറി ആണെങ്കിൽ കൂടി TSBയുമായി ബന്ധപ്പെട്ട അല്ല ട്രഷറി സേവിങ്സുമായി ബന്ധപ്പെട്ട എല്ലാ ഇടപാടുകളും പണമിടപാടുകളും നടത്തേണ്ടത് ട്രഷറിയിൽ തന്നെയാണ്. ഇനി ഈ നടപടിക്രമം ഞാനൊന്ന് വെറുതെ പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാല്, ഇപ്പോ ഈ രീതിയിലല്ല നമ്മളുടെ ബില്ലുകളൊക്കെ പാസ്സാക്കുന്നത്. ആ ഇത്തിരി മുമ്പുണ്ടായിരുന്ന ആ ഡീലിങ്സ്, അത് ട്രഷറി കോഡിൽ പറയുന്ന പോലെ ഞാനൊന്ന് പറയാം. അതായത് ബാങ്കിൽ നമ്മൾ നേരിട്ട് പേയ്മെന്റിനായി സമർപ്പിക്കുന്ന ബാങ്ക് ഡ്രാഫ്റ്റ് ചെക്ക് ഒഴികെ, ബാങ്കിൽ നമ്മൾ നേരിട്ട് ബാങ്ക് ഡ്രാഫ്റ്റോ ചെക്കോ സമർപ്പിച്ച് അവിടുന്ന് പൈസ മേടിക്കാം. അതൊഴികെ എല്ലാ ബില്ലുകളും ആദ്യമായിട്ട് നമ്മൾ പൈസ കിട്ടുന്നതിന് ട്രഷറി കൊണ്ട് കൊടുക്കണം. അപ്പോൾ ഒരു ബില്ല് ട്രഷറിയിൽ കൊണ്ട് കൊടുക്കുമ്പോൾ അത് ബിൽ ബുക്കും കൂടി ഉണ്ടാവും. അതിനൊരു ബിൽ ബുക്ക് ഉണ്ട്. ആ ബിൽ ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടില്ലാണ് സാധാരണ. ഇപ്പോൾ ബിൽ ബുക്കും ഔട്ടായിപ്പോയി. ആ ബിൽ ബുക്കിൽ ബില്ലുകൾ രേഖപ്പെടുത്തി, അത് പിന്നെ ഏത് തരം ബില്ലാണ്, ബിൽ നമ്പർ എത്രയാണ്, അതിന്റെ ആകെത്തുക എത്രയാണ്, ഇൻകാഷ് എത്രയാണ്, ഡ്രോയിങ് ഓഫീസറുടെ സിഗ്നേച്ചർ, ഇതെല്ലാം ഉണ്ടാവും. അതെല്ലാം കൂടെ കൊടുത്തിട്ട് ആദ്യം നമ്മളിത് ട്രഷറിയിൽ കൊണ്ടുപോയി കൊടുക്കും. ആ ട്രഷറിയിൽ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ ആ ബില്ല് ട്രഷറി സ്വീകരിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ടോക്കൺ തരും. അത് സാധാരണഗതിയിൽ ആ ടോക്കൺ ഒരു മെറ്റലാണ്, റൗണ്ട് ആയിട്ടുള്ള ഒരു മെറ്റാലിക് ടോക്കൺ ആണ് തരിക. അങ്ങനെ ടോക്കൺ നമ്മൾ കൈവശം കിട്ടി. അപ്പൊ നമ്മൾ ബില്ല് കൊടുത്തു. അപ്പൊ ബില്ല് കൊടുത്തതിന് പകരമായിട്ട് നമുക്ക് ടോക്കൺ കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ അതിനുശേഷം ട്രഷറി ഈ ബില്ലുകളൊക്കെ പരിശോധിച്ച് പാസ്സാക്കും. അല്ലെ എന്ത് തടസ്സമുണ്ട്, തടസ്സം നോട്ടായിട്ട് എഴുതി വെക്കും. ബില്ല് പാസ്സാക്കും. ബില്ല് പാസ്സാക്കുക എന്ന് വെച്ചാൽ പാസ്ഡ് ഫോർ RS ഇത്ര എന്ന് പറഞ്ഞിട്ട് ട്രഷറി ഓഫീസർ ഒപ്പിടും. അത് നമ്മൾ കൊടുത്ത ബില്ല് അഡ്മിസിബിൾ ആണെങ്കിൽ. ഇങ്ങനെയുള്ള എല്ലാ ബില്ലുകളും ഒരു ദിവസം രാവിലെ കൊടുക്കുന്ന അല്ലെ തലേന്നത്തെ ബില്ലുകളെല്ലാം കൂടി പാസ്സാക്കി
ഒരു 1 മണിയാകുമ്പോഴത്തേക്ക് അന്നേ ദിവസം ഉച്ചയാകുമ്പോഴേക്ക് ഒരു ബോക്സിൽ സ്പെഷ്യൽ മെസ്സഞ്ചർ മുഖാന്തരം ബാങ്കിലേക്ക് എത്തിക്കും. ആ ബോക്സിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആ ബോക്സിന്റെ ഒരു കീ ട്രഷറി ഓഫീസർ എടുത്തും ഒരു കീ ബാങ്കിലും ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ ഇങ്ങനെ സ്പെഷ്യൽ മെസ്സഞ്ചർ മുഖേന ബാങ്കിൽ എത്തിക്കുന്ന ബോക്സ് അത് പൂട്ടി സീൽ വെച്ചിട്ടുണ്ടാവും. അങ്ങനെ അവിടെ ചെന്ന് ഈ ബോക്സ് തുറന്ന് നമ്മൾ ആർക്കാണോ പണം കിട്ടേണ്ട ആള് അയാളെ കൊണ്ട് ബാങ്ക് അവിടെ ഒപ്പിടിക്കും. എന്ന് പറഞ്ഞാൽ നമ്മൾ സിഗ്നേച്ചർ വെരിഫൈ ചെയ്യും. ആ സിഗ്നേച്ചർ വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്യാഷ് കൗണ്ടറിൽ നിന്ന് വിളിക്കുന്ന സമയത്ത്, നമ്മളുടെ സ്ഥാപനത്തിന്റെ പേര് വിളിക്കുന്ന സമയത്ത് നമ്മൾ ഈ തന്ന ടോക്കൺ അങ്ങോട്ട് കൊടുത്താൽ അത് ക്യാഷ് നമുക്ക് അവിടെ നിന്ന് തരും. ബാങ്കിലാണ് നമ്മൾ ടോക്കൺ കൊടുക്കുന്നത്. നമ്മൾ ടോക്കൺ കിട്ടുന്നത് ട്രഷറിയിൽ നിന്നാണ്, പക്ഷെ കൊടുക്കുന്നത് ബാങ്കിലാണ്. അത് ബാങ്കിങ് ട്രഷറി ആയതുകൊണ്ടാണ് ഈ തരത്തിലുള്ള ഒരു ഇടപാട്. അങ്ങനെ നമുക്ക് പണം കിട്ടും, ബാങ്കിൽ നിന്ന് നമുക്ക് പോകാം. അപ്പോൾ ഇതാണ് ഈ ബാങ്കിങ് ട്രഷറിയിൽ നടക്കുന്ന. പിന്നെ നമ്മൾ ഈ പണം വാങ്ങുന്നയാളുടെ സിഗ്നേച്ചർ ആ ബില്ലിന്റെ പുറത്ത് ഒരു സീൽ വെച്ചിട്ട് തരും. ആ സീലിന്റെ പുറത്ത് നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കണം. അങ്ങനെ സൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ സിഗ്നേച്ചർ കൂടി വെരിഫൈ ചെയ്തിട്ടുണ്ടാവും. ഇതെല്ലാം കഴിഞ്ഞ കാലമാണ്. ശരിക്കും ഇന്നിപ്പോ ബിൽ ബുക്കും ഇല്ല, ഒന്നുമില്ല. പേപ്പർലെസ്സിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ എല്ലാം ഓൺലൈനാണ്. അക്കൗണ്ടിലേക്ക് ഇവിടുന്ന് ട്രഷറി നടപടിക്രമമൊക്കെ ഇങ്ങനെ ട്രഷറി ഓഫീസർ ബില്ല് പാസ്സാക്കി ഓൺലൈനായിട്ട് ബാങ്കിന് കൊടുക്കുന്നു. ബാങ്ക് ബന്ധപ്പെട്ട ജീവനക്കാരന്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്നു. ഒന്നുമില്ല, ബില്ല് ബോക്സും ഇല്ല, കൊണ്ടുപോകും വേണ്ട, ഒന്നും വേണ്ട. ആ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഇനി ഇത്തരത്തില് ട്രഷറിയിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന പേയ്മെന്റ് ഓർഡറുകൾ 10 ദിവസത്തിൽ കവിയാത്ത ദിവസത്തേക്ക് മാത്രമേ അതിന്റെ വാലിഡിറ്റി ഉള്ളൂ, സാധുതയുള്ളൂ. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു ശമ്പള ബില്ല് കൊടുത്തു, ഇപ്പോൾ അതും പ്രസക്തമല്ലേ? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തരത്തിലുള്ള ചെക്കുകളോ അത്തരത്തിൽ എന്തെങ്കിലും കൊടുത്ത് ട്രഷറി അത് പാസ്സാക്കി നമ്മൾ നേരിട്ട് ക്യാഷ് വാങ്ങേണ്ട ഏതെങ്കിലും കേസാണെങ്കിൽ നമ്മൾ ക്യാഷ് വാങ്ങിയില്ല എങ്കിൽ ആ പാസ്സാക്കിയ ഉത്തരവിന് ട്രഷറി ഓഫീസർ ഈ ബില്ല് പാസ്സാക്കിയതിന് 10 ദിവസത്തെ സാധുത മാത്രമേ ഉള്ളൂ, വാലിഡിറ്റി മാത്രമേ ഉള്ളൂ. പിന്നെ അങ്ങനെ വാങ്ങാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബാങ്ക് എന്ത് ചെയ്യും? തിരിച്ച് ട്രഷറിക്ക് തന്നെ അത് റീവാലിഡേറ്റ് ചെയ്യണം. വാലിഡിറ്റി പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ റീവാലിഡേറ്റ് ചെയ്യണം. അതിനു വേണ്ടിയിട്ട് ട്രഷറിയിലേക്ക് തന്നെ മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഉള്ളതാണ്, അത് പറയുകയാണ് പ്രത്യേകമായിട്ട്. TA ട്രാവലിംഗ് അലവൻസ്, അത് മലയാളത്തിൽ യാത്രാപ്പടി എന്ന് പറയും. അത് മിക്കവാറും ജീവനക്കാർക്ക് കിട്ടുന്നതാണ്. ഒരു കൊല്ലത്തിലൊക്കെ ഒരു തവണയൊക്കെ അത് അലോട്ട്മെന്റ് മുഖാന്തരം കിട്ടുക. എന്ന് പറഞ്ഞാൽ ഒരു ഓഫീസിലേക്ക് 8000 രൂപ TA. അപ്പോൾ ആ ഓഫീസിലുള്ള സ്റ്റാഫ് ട്രഷറി പോയിട്ടുണ്ടാവും, കോൺഫറൻസിന് പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ജില്ലാ ആസ്ഥാനത്ത് പോയിട്ട് ഇങ്ങനെ പല ട്രാവലിംഗും നടത്തിയിട്ടുണ്ടാവും. ആ ട്രാവലിങ്ങിനൊക്കെ കൂടി ഈ അലോട്ട്മെന്റിൽ കവിയാത്ത തുക എഴുതി ബില്ലായിട്ട് എടുക്കാം നമുക്ക്. ഇപ്പൊ ഒരു ഗവൺമെന്റ് ഹയർ ഓഫീസിൽ നിന്ന് അലോട്ട്മെന്റ് ആയിട്ടാണ് വരിക. ചിലപ്പോൾ നമ്മുടെ ചെലവ് 25,000 രൂപയായിരിക്കും, പക്ഷെ നമുക്കൊരു 8,000 അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് ആ അലോട്ട്മെന്റ് 8,000 ആണ്. 8,000-ൽ കൂടുതൽ നമുക്ക് ക്യാഷ് കിട്ടുന്നതല്ല. അതാണ് അലോട്ട്മെന്റ്. അപ്പൊ അത്തരത്തിൽ TA ട്രാവലിംഗ് അലവൻസ് അല്ലെ യാത്രാപ്പടി, ഗ്രാൻഡ് ഇൻ എയ്ഡ്, സഹായം കൊടുക്കാറുണ്ട്. ഗ്രാൻഡായിട്ട് സഹായങ്ങൾ കൊടുക്കും. എയ്ഡഡ് സ്കൂളിന് നമ്മൾ മെയിൻ്റനൻസ് ഗ്രാൻഡ് കൊടുക്കും. മെയിൻ്റനൻസ് ഗ്രാൻഡ് ഓരോ വർഷവും കൊടുക്കുന്ന അത് നമുക്ക് ഒരു ഗ്രാൻഡ് ഇൻ എയ്ഡ് ആയിട്ട് നമുക്ക് പറയാം. പിന്നെ സ്കോളർഷിപ്പ്. ഇത്തരം ബില്ലുകൾ അതാത് സാമ്പത്തിക വർഷം തന്നെ ബില്ല് ക്യാഷാക്കി മാറ്റേണ്ടതാണ്. ആ ഫിനാൻഷ്യൽ ഇയറിൽ തന്നെ അത്തരം ബില്ലുകൾ ക്യാഷാക്കി മാറ്റേണ്ടതാണ്. അത് കഴിഞ്ഞാൽ കിട്ടുകയില്ല. അപ്പോൾ ആ ബില്ലുകൾ എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഇയർ എന്ന് പറഞ്ഞാൽ എൻഡ് ആവുന്നത് മാർച്ച് 31-നാണ്. അപ്പോൾ ഒരു ഫിനാൻഷ്യൽ ഇയറിലെ ബില്ലുകൾ അടുത്ത വർഷത്തേക്ക് ക്യാരി ചെയ്യില്ല. അപ്പോൾ എസ്പെഷ്യലി ട്രാവലിംഗ് അലവൻസ് ബില്ലുകൾ, ഗ്രാൻഡ് ഇൻ എയ്ഡ് ബില്ലുകൾ, സ്കോളർഷിപ്പുകൾ, ഇത്തരം അതാത് സാമ്പത്തിക വർഷം തന്നെ ഫിനാൻഷ്യൽ ഇയറിൽ തന്നെ നമ്മൾ മാറേണ്ടതാണ്. ക്യാഷാക്കി മാറ്റാം. ഈ മാറേണ്ടത് എന്ന് പറയുമ്പോൾ അത് ബില്ല് ക്യാഷായിട്ട് മാറണം. ഇനി
ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു നേരത്തെ ബില്ലുകളൊക്കെ കൊടുക്കുന്ന സമയത്ത് ബില്ലും ബിൽ ബുക്കും കൂടിയാണ് നമ്മൾ ട്രഷറിയിൽ സമർപ്പിക്കുന്നത്. എന്നാൽ ബില്ല് ക്യാഷ് ആവാൻ വേണ്ടി ബാങ്കിൽ ഈ ബിൽ ബുക്കിന്റെ ഒന്നും ആവശ്യമില്ല. പക്ഷെ അത് നമ്മളിപ്പോൾ പഠിക്കേണ്ട കാര്യമുള്ളതല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ബിൽ ബുക്ക് ഇല്ലാത്തതുകൊണ്ട് അതിനെ സംബന്ധിച്ച് നമ്മൾ ഒരു വിഷയമായിട്ട് എടുക്കേണ്ടതില്ല. ഇനി സിവിൽ കോടതിയുടെയും ക്രിമിനൽ കോടതിയുടെയും ഡെപ്പോസിറ്റുകൾ തിരിച്ചു നൽകുന്ന വിധമാണ് പറയുന്നത്. ഇപ്പോൾ സിവിൽ കോടതി വ്യവഹാരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചില ഡിപ്പോസിറ്റുകൾ നടത്തിയിരിക്കുന്നത് ട്രഷറിയിലായിരിക്കും. അത് ചില വ്യക്തികളുടെ പേരിലായിരിക്കും. അപ്പോൾ അത്തരത്തില് ഡിപ്പോസിറ്റുകൾ തിരികെ ലഭിക്കുന്നതിനായി ബാങ്കിൽ സിവിൽ കോടതിയുടെ ഉത്തരവ്, ആ ഡിപ്പോസിറ്റ് തിരികെ കൊടുക്കാൻ വേണ്ടി സിവിൽ കോടതി അല്ല ക്രിമിനൽ കോടതി ഉത്തരവിടും. ആ ഉത്തരവിടുന്നത് ക്രിമിനൽ കോടതി ആയാലും സിവിൽ കോടതി ആയാലും ബന്ധപ്പെട്ട മജിസ്ട്രേറ്റ് ആയിരിക്കും, അല്ലെ ജഡ്ജി ആയിരിക്കും. ആ ഉത്തരവ് ഹാജരാക്കുന്ന വ്യക്തിക്ക് ഉത്തരവിന്റെ മറുപുറത്ത് കൈപ്പറ്റ് റെസീറ്റ്, അക്നോളജ്മെന്റ് റെസീറ്റ് ഒപ്പിട്ട് നൽകാൻ ബാങ്കിന് ആവശ്യപ്പെടാവുന്നതാണ്. കേൾക്കണം നമ്മൾ. ഇപ്പൊ ഒരു സിവിൽ കോടതി അല്ലെ ക്രിമിനൽ കോടതി ഡിപ്പോസിറ്റ് തിരിച്ചു കൊടുക്കുന്ന സമയത്ത് അല്ലെ തിരികെ ലഭിക്കുമ്പോൾ അതിനൊരു ഉത്തരവ് വേണം. ആ ഉത്തരവ് ആരുടെ ഉത്തരവായിരിക്കും? ആ ബന്ധപ്പെട്ട സിവിൽ കോടതിയിലെ ക്രിമിനൽ കോടതിയുടെ ജഡ്ജിയുടെ ഉത്തരവായിരിക്കും. ആ ഉത്തരവ് കൊണ്ട് ഒരു വ്യക്തി വന്നാൽ അയാളോട് ഒരു റെസീറ്റ് ആവശ്യപ്പെടും. ആ ഉത്തരവിന്റെ പുറകുവശത്ത് തന്നെ ആ റെസീറ്റ് റിസീവ്ഡ് ഫ്രം ഇത്ര രൂപ കിട്ടി ബോധിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള അതാണ് റെസീറ്റ് എന്ന് പറയുന്നത്. റിസീവ്ഡ് ഫ്രം ദി മാനേജർ SBI എന്നത് എ സം ഓഫ് ആർ ഇത്ര എന്ന് പറഞ്ഞിട്ട് അയാളെ കൊണ്ട് ഒപ്പിട്ട് നൽകേണ്ടതാണ്. അല്ലെങ്കിൽ ബാങ്കിന് അയാളോട് ഒപ്പിട്ട് നൽകാൻ വേണ്ടി റെസീറ്റ് ഒപ്പിട്ട് നൽകാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടാം. രണ്ടാമത്തെ കാര്യം, ഈ ഉത്തരവ് ബന്ധപ്പെട്ട ട്രഷറി ഓഫീസർ കൗണ്ടർ സൈൻ ചെയ്തിരിക്കണം. അപ്പൊ ജഡ്ജിയുടെ ഉത്തരവ് അങ്ങനെ തന്നെ കൊണ്ടുവന്ന പോരാ, ആ ബന്ധപ്പെട്ട ട്രഷറി ഓഫീസർ കൗണ്ടർ സൈൻ ചെയ്യുകയും വേണം. ഇനി ട്രഷറി ഓഫീസറുടെയോ ജഡ്ജിയുടെയോ മജിസ്ട്രേറ്റിന്റെയോ അക്കൗണ്ടിലുള്ള ഒരു വ്യക്തിയുടെ ക്രെഡിറ്റിലുള്ള ഡിപ്പോസിറ്റ് തുക, ആ തുക രേഖപ്പെടുത്തിയിട്ടുള്ള രജിസ്റ്റർ വെച്ച് പോരുന്ന ഗവൺമെന്റ് ജീവനക്കാരന്റെ ഉത്തരവില്ലാതെ തിരികെ നൽകാൻ പാടുള്ളതല്ല. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു സിവിൽ കോടതി ഒരു വ്യക്തി ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന കോടതി വ്യവഹാരവുമായി ബന്ധപ്പെട്ട് ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന ഒരു തുക, അത് ജഡ്ജിയുടെയോ മജിസ്ട്രേറ്റിന്റെയോ അക്കൗണ്ടിലായിരിക്കും ട്രഷറിയിൽ ഉണ്ടാവുക. ഓൺ ബിഹാഫ് ഓഫ് ജഡ്ജ് അല്ലെങ്കിൽ മജിസ്ട്രേറ്റിന്റെ പേരിലായിരിക്കും ട്രഷറിയിൽ ഉണ്ടാവുക. പക്ഷെ ഇൻഡിവിജ്വൽ ആയിട്ട് പല തരത്തിലുള്ള വ്യക്തികളുടെ, അത് കോടതി വ്യവഹാരങ്ങൾ നടത്തുന്ന വ്യക്തികളുമായി ബന്ധപ്പെട്ട സംഖ്യയായിരിക്കും അത്. അങ്ങനെ ഒരു സംഖ്യ തിരിച്ചു കൊടുക്കുമ്പോൾ ആ തുക ഒരു രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ട്രഷറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന ഒരു രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ആ രജിസ്റ്റർ സൂക്ഷിക്കുന്ന ഒരു ഓഫീസർ ഉണ്ടാവും. അയാളുടെ ഉത്തരവില്ലാതെ തിരികെ നൽകാൻ പാടുള്ളതല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് ആവശ്യമാണല്ലോ. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ വേണം ഇങ്ങനെയുള്ള ഡെപ്പോസിറ്റ് തിരികെ കിട്ടണമെങ്കിൽ? ഈ ഡിപ്പോസിറ്റ് രജിസ്റ്റർ സൂക്ഷിച്ചിരിക്കുന്ന ഓഫീസറുടെ ഉത്തരവ് വേണം. എന്തിനാ അത് വേണ്ടതിന്റെ ആവശ്യം എന്താ? അതിൽ ഈ രജിസ്റ്ററിൽ വേണ്ടത്ര കാര്യങ്ങൾ എഴുതി ചേർക്കേണ്ടതുണ്ട്. ഇന്നയാൾക്ക് ഇന്ന ഡിപ്പോസിറ്റ് തിരികെ കൊടുത്തു, അത്തരം കാര്യങ്ങളൊക്കെ എഴുതണമെങ്കിൽ, അല്ലെങ്കിൽ ആ ഡിപ്പോസിറ്റ് തുക യഥാർത്ഥത്തിൽ ഉള്ളതാണോ എന്ന് അറിയണമെങ്കിൽ ആ രജിസ്റ്റർ പരിശോധിക്കണം. അപ്പോൾ ആ രജിസ്റ്റർ സൂക്ഷിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ, ആ ട്രഷറിയിലെ ഉദ്യോഗസ്ഥൻ, അയാളുടെ ഉത്തരവും കൂടി ആവശ്യമാണ്. അപ്പൊ അയാളുടെ ഉത്തരവ് ആവശ്യമാണ്, ജഡ്ജിയുടെ ഉത്തരവ് ആവശ്യമാണ്. ഈ ഉത്തരവില് എന്തുകൂടി വേണം? ട്രഷറി ഓഫീസർ കൗണ്ടർ സൈൻ ചെയ്തിട്ടും ഉണ്ടായിരിക്കണം. അപ്പൊ ഈ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ബാങ്കിന് ക്യാഷ് കൊടുക്കേണ്ടതുള്ളൂ. അപ്പൊ ജഡ്ജിയുടെ ഉത്തരവ് വേണം. ആ ജഡ്ജിയുടെ ഉത്തരവിൽ ട്രഷറി ഓഫീസർ കൗണ്ടർ സൈൻ ചെയ്തിരിക്കണം. പിന്നെ ഈ ഡിപ്പോസിറ്റ് സൂക്ഷിച്ചിരിക്കുന്ന, ഡിപ്പോസിറ്റിന്റെ വിശദാംശങ്ങൾ എഴുതിയിട്ടുള്ള രജിസ്റ്റർ സൂക്ഷിച്ചിട്ടുള്ള ആ ഓഫീസറുടെ ഉത്തരവും ആവശ്യമാണ്. ഇത്രയുമായാൽ മാത്രമേ ഒരു സിവിൽ കോടതിയുടെയോ ക്രിമിനൽ കോടതിയുടെയോ ഡെപ്പോസിറ്റുകൾ തിരിച്ചു നൽകാൻ പാടുള്ളൂ. ഇനി ക്ലിയർ ആണല്ലോ കാര്യങ്ങൾ? പറയുന്നത് മനസ്സിലാവുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു.
ഇപ്പൊ നമ്മളിത് കേട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. യാതൊരു വിധത്തിൽ നമുക്കിത് ബൈഹാർട്ട് പോലെ പഠിച്ചിട്ടൊന്നും ഇത് ഒബ്ജക്റ്റീവ് എക്സാം ആണ്, പഠിച്ച് പരീക്ഷ എഴുതി പാസ്സാകാൻ വേണ്ടി കഴിയില്ല എന്ന കാര്യവും നമ്മൾ ഓർമ്മിക്കാം. എങ്കിൽ പോലും കുറച്ചുകൂടി അങ്ങോട്ട് കഴിഞ്ഞാൽ നമ്മൾ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് തരും. അപ്പൊ കുറച്ചുകൂടി നമുക്ക് സുഖം ഉണ്ടാകും. എന്നാലും ഈ കാര്യങ്ങളൊക്കെ കേട്ടൊന്ന് മനസ്സിലാക്കി പോവുക. ഓക്കെ, അടുത്ത പറയുന്നത് റവന്യൂ ഡിപ്പോസിറ്റ് ക്രിമിനൽ കോടതിയുടെയോ സിവിൽ കോടതിയുടെയോ തിരികെ ലഭിക്കാനുള്ള ഉത്തരവ് 3 മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ സാമ്പത്തിക വർഷം തീരുന്നതിന് മുമ്പ് ബാങ്കിൽ ഹാജരാക്കിയില്ലെങ്കിൽ പേയ്മെന്റ് നടത്തേണ്ടതില്ല. ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. മാക്സിമം 3 months ഓർ ദ ഫിനാൻഷ്യൽ ഇയർ വിച്ച് എവർ ഈസ് ഏർലിയർ. ഇതിൽ ഏതാണോ ആദ്യം നടക്കുന്നത്. ഇപ്പോൾ ഒരു ഫെബ്രുവരി 15 ഒരു സിവിൽ കോടതി അല്ലെ ക്രിമിനൽ കോടതി ഡിപ്പോസിറ്റ് തിരികെ ലഭിക്കാൻ വേണ്ടി ഉത്തരവിട്ടു എന്ന് വിചാരിച്ചോ, ഫെബ്രുവരി 15. അപ്പോൾ ഫെബ്രുവരി 15 മുതൽ മാർച്ച് 15, ഏപ്രിൽ 15, മെയ് 15, മെയ് 15 വരെ കിട്ടില്ല. കാരണം അതിനൊരു കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ മാർച്ച് 31 വരെ ആ ഉത്തരവിന് പ്രാബല്യമുള്ള ആ ഫിനാൻഷ്യൽ ഇയറിൽ തന്നെ മാറണം. അപ്പോൾ ഒന്നുകിൽ ഫിനാൻഷ്യൽ ഇയറിൽ എൻഡിൽ, അല്ലെങ്കിൽ അത് അടുത്ത സാമ്പത്തിക വർഷത്തേക്ക് പോകാൻ പാടില്ല, അല്ലെ മാക്സിമം 3 മാസം. ഇപ്പൊ നവംബറിൽ 1 ഇട്ട ഒരു ഉത്തരവാണെങ്കിൽ നവംബർ, ഡിസംബർ, ജനുവരി 31 വരെ അതിന്റെ വാലിഡിറ്റി ഉണ്ട്. അപ്പൊ അതാണ് പറയുന്നത്, ഒന്നുകിൽ 3 മാസം അല്ലെങ്കിൽ സാമ്പത്തിക വർഷം ഏതാണോ ആദ്യം നടക്കുന്നത് അത്രയും കാലം മാത്രമേ ഈ ഉത്തരവിന് പ്രാബല്യം ഉണ്ടായിരിക്കുകയുള്ളൂ. അങ്ങനെ പണം കൊടുക്കേണ്ടതുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ അല്ലേ? ഇതിലൊന്നും സംശയങ്ങൾ ഉണ്ടാവില്ല. ഞാൻ അത്ര സ്ലോയിലാണ് കാര്യങ്ങൾ പറയുന്നത്. ഓക്കെ, നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു 4-5 ചോദ്യം ഞാൻ പറയട്ടെ കൂട്ടത്തിൽ. ചോദ്യം: ബാങ്ക് വഴി പണമിടപാട് നടത്തുന്ന ട്രഷറിയിൽ പെൻഷൻ ക്ലെയിം ചെയ്യുമ്പോൾ പെൻഷൻ വിതരണം നടത്തേണ്ടത് ആരാണ്? നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു, നമ്മൾ ട്രഷറി സേവിങ്സ് ബാങ്ക് മൂലമുള്ള TSB മുഖാന്തരമുള്ള പണമിടപാടുകളൊക്കെ തന്നെ അത് ബാങ്കിങ് ട്രഷറി ആണെങ്കിൽ കൂടി ട്രഷറിയിൽ നടത്തണമെന്നാണ് പറഞ്ഞത്. അതേപോലെ തന്നെയാണ് ട്രഷറിയിൽ പെൻഷൻ ക്ലെയിം ചെയ്യുമ്പോൾ പെൻഷനുകൾ വിതരണം ചെയ്യേണ്ടത് ട്രഷറി തന്നെയാണ്. ട്രഷറി നേരിട്ടാണ് കൊടുക്കേണ്ടത്, അല്ലാതെ ബാങ്ക് അല്ല പെൻഷൻ കൊടുക്കേണ്ടത്. അപ്പൊ ക്ലിയർ ആണല്ലോ. അപ്പൊ പെൻഷൻ കൊടുക്കേണ്ടത് ട്രഷറിയാണ്. ട്രഷറി സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകളിലുള്ള ഇടപാടുകൾ നടത്തേണ്ടതും ട്രഷറിയാണ്, ബാങ്ക് അല്ല. ഓർമ്മിച്ചു വെക്കുക. അതാണ് ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം: ഗസറ്റഡ് ഓഫീസർക്ക് നൽകേണ്ട നോൺ റെക്കറിംഗ് പേയ്മെന്റുകളുടെ കാര്യത്തിൽ AG മുൻകൂട്ടി ഓഡിറ്റ് ചെയ്തതും നിർബന്ധമായും പേയ്മെന്റിന് ഉത്തരവിട്ടതുമായ ഒരു ബിൽ എത്ര കാലത്തിനുള്ളിൽ ക്ലെയിം ചെയ്യണമെന്നാണ്. അതും ഇത് തന്നെയാണ് റൂള്. ഒരു ബില്ല് ട്രഷറി അക്കൗണ്ടന്റ് ജനറൽ നിർബന്ധമായിട്ടും പണം കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രീ ഓഡിറ്റ് നടത്തിയതാണ്. പണം കൊല്ലാം ഓക്കെയാണ്, പണം നിർബന്ധമായിട്ടും കൊടുക്കണം എന്ന് പറഞ്ഞ് ഒരു ഉത്തരവിട്ട ഒരു ബില്ല് എത്ര നാളിനുള്ളിൽ ക്യാഷ് അയക്കണം എന്നാണ്. അത് ഈ AG ഉത്തരവിട്ട ഡേറ്റിന്റെ 3 മാസത്തിനുള്ളിൽ, അതായത് ഡേറ്റ് ഓഫ് എൻഫേസ്മെന്റ് എന്നാ പറയാ. എൻഫേസ്മെന്റ് ആ ഉത്തരവിട്ട ഡേറ്റ് മുതൽ 3 മാസത്തിനുള്ളിൽ ക്യാഷ് ചെയ്തിരിക്കണം. അടുത്ത ചോദ്യം: നോൺ റെക്കറിംഗ് പേയ്മെന്റ്സിന് വേണ്ടി അക്കൗണ്ടന്റ് ജനറൽ പാസാക്കിയ ഒരു ബില്ല് എത്ര കാലത്തിനുള്ളിൽ പണമാക്കി മാറ്റണം? നോൺ റെക്കറിംഗ് പേയ്മെന്റ്സിന് വേണ്ടി അപ്പൊ AG ഒരു പാസാക്കി, ഓൾറെഡി ഓഡിറ്റ് ഒക്കെ നടത്തി പാസാക്കി കഴിഞ്ഞ ഒരു ബില്ല് ഓർഡർ തീയതി മുതൽ, ഉത്തരവ് ഇതാണ്, എത്ര കാലത്തിനുള്ളിൽ പണമാക്കി മാറ്റണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓർഡർ തീയതി മുതൽ 3 മാസത്തിനുള്ളിലും 3 മാസത്തിന് മുമ്പും സാമ്പത്തിക വർഷം അവസാനിക്കുന്നതിന് മുമ്പും. ഞാൻ നേരത്തെ പറഞ്ഞത് മാതിരി തന്നെ ഒന്നുകിൽ 3 മാസം അല്ലെങ്കിൽ മാർച്ച് 31, ആ സാമ്പത്തിക വർഷം അവസാനിക്കുന്ന ഏതാണോ ആദ്യം വരുന്നത് ആ രീതിയിൽ ആ ബില്ല് പണമാക്കി മാറ്റിയിരിക്കണം. അത് കഴിഞ്ഞാൽ മാർച്ച് 31 കഴിഞ്ഞാൽ കിട്ടില്ല, 3 മാസം കഴിഞ്ഞാലും കിട്ടുന്നതല്ല. അടുത്ത ചോദ്യം: എ റീപേയ്മെന്റ് ഓഫ് ഡിപ്പോസിറ്റ് ഓർഡേർഡ് ബൈ എ കോർട്ട് ടു ദ ബാങ്ക് ഷുഡ് ബി കൗണ്ടർ സൈൻഡ്. എ റീപേയ്മെന്റ് ഓഫ് ഡിപ്പോസിറ്റ് ഓർഡേർഡ് ബൈ എ കോർട്ട്, ഒരു ഡിപ്പോസിറ്റ് തിരികെ കൊടുക്കാൻ ഒരു കോടതി ഉത്തരവിട്ടാൽ, ഒരു ബാങ്കിനോട് ഉത്തരവിട്ടാൽ ദാറ്റ് ഷുഡ് ബി കൗണ്ടർ സൈൻഡ്. അത് കൗണ്ടർ സൈൻ ചെയ്തിരിക്കണം. ആര്?
ആ ഉത്തരവ് ഉത്തരവ് ഇടുന്നത് ജഡ്ജിയോ പിന്നെ കോർട്ടാണ്. കോർട്ടെന്ന് നമുക്ക് പറയാം. കോർട്ടാണ് കോടതിയാണ് ഉത്തരവിടുന്നത്. അത് ആര് കൗണ്ടർ സൈൻ ചെയ്തിരിക്കണമെന്നാണ് ചോദ്യം. കൗണ്ടർ സൈൻഡ് ബൈ ദി ആൻസർ ട്രഷറി ഓഫീസർ. ട്രഷറി ഓഫീസർ കൗണ്ടർ സൈൻ ചെയ്തിരിക്കണം. അടുത്ത ചോദ്യം, ട്രഷറി ഓഫീസറുടെയോ ജഡ്ജിയുടെയോ മജിസ്ട്രേറ്റിന്റെയോ അക്കൗണ്ടിൽ ഒരു വ്യക്തിയുടെ ക്രെഡിറ്റിലുള്ള ഡിപ്പോസിറ്റ് തുക തിരികെ കൊടുക്കുമ്പോൾ ആരുടെ കൂടി ഉത്തരവ് ആവശ്യമാണ്? ഓൾറെഡി കോടതിയുടെ ഒരു ഉത്തരവുണ്ടാവും, പിന്നെ ആരുടെ ഉത്തരവ് കൂടി വേണമെന്നാണ് ചോദിച്ചിരുന്നത്. ഇങ്ങനെയുള്ള ഡിപ്പോസിറ്റ് ജഡ്ജിയുടെയോ മജിസ്ട്രേറ്റിന്റെയോ അക്കൗണ്ടിൽ ഈ ഒരു വ്യക്തിയുടെ ക്രെഡിറ്റിലുള്ള സ്വകാര്യ, ഞാൻ പറഞ്ഞല്ലോ, കോടതി വ്യവഹാരങ്ങൾ ആരാണോ നടത്തുന്നത് ആ വ്യക്തിയുടെ പേരിലായിരിക്കും, വ്യക്തിയുടെ പിന്നെ കണക്കിലായിരിക്കും ഈ പണം ഉണ്ടാവുക. പക്ഷേ ആരുടെ പേരിലായിരിക്കും? ജഡ്ജിയുടെയോ മജിസ്ട്രേറ്റിന്റെയോ ഒക്കെ അക്കൗണ്ടിലായിരിക്കും ഉണ്ടാവുക. അത് തിരികെ കൊടുക്കാൻ ആരുടെ കൂടി ഉത്തരവ് ആവശ്യമാണ്? അതാണ് ചോദ്യം. ആ ഡിപ്പോസിറ്റ് തുക രേഖപ്പെടുത്തിയ ഉത്തരവ് ഇതാണ്. ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഡിപ്പോസിറ്റ് തുക രേഖപ്പെടുത്തിയ രജിസ്റ്റർ വെച്ചു പോരുന്ന, അത് സൂക്ഷിക്കുന്ന ഉദ്യോഗസ്ഥന്റെ, ഗവൺമെന്റ് ജീവനക്കാരന്റെ ഉത്തരവ് കൂടി ആവശ്യമാണ്. ഓക്കെ, ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ചെക്കിനെ കുറിച്ചാണ് പറയാനുള്ളത്. ചെക്കിനെ കുറിച്ച് വേറെ കാര്യങ്ങൾ പറയാം. നമുക്ക് ട്രഷറിയും ചെക്ക് കൊടുക്കുന്നുണ്ട്, ബാങ്കും ചെക്ക് കൊടുക്കുന്നുണ്ട്. ട്രഷറി ചെക്ക്, ബാങ്ക് ചെക്ക്. ഓക്കെ, അപ്പൊ നമ്മള് ഒരു പ്രത്യേക ജില്ലയിലെ ട്രഷറിയിൽ നിന്നും വാങ്ങിയ ചെക്ക് ആ ജില്ലയ്ക്ക് പുറത്തുള്ള ട്രഷറിയിൽ നിന്നും പിൻവലിക്കാൻ പറ്റില്ല. ആദ്യം ആലോചിക്കേണ്ട കാര്യം അതാണ്. ഒരു ട്രഷറിയിൽ നിന്ന് ഇഷ്യൂ ചെയ്തിരിക്കുന്ന ചെക്ക് ആ ജില്ലയ്ക്കകത്തല്ലാതെ ആ ജില്ലയ്ക്ക് പുറത്ത് നിന്ന് ആ ചെക്ക് കൊണ്ട് ക്യാഷ് വിഡ്രോ ചെയ്യാൻ വേണ്ടി കഴിയില്ല. ഇനി ട്രഷറിയിൽ മാറാവുന്ന ചെക്ക് 1881 നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് പ്രകാരം ക്രോസ് ചെയ്യാവുന്നതാണ്. ചെക്ക് ആക്ട് എന്ന് പറയുന്നത് ഈ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് ഉണ്ടായിട്ടുള്ളത് 1881. ആ 1881 നെഗോഷ്യബിൾ ട്രഷറിയിൽ മാറാവുന്ന ചെക്ക് എന്ന് പറയുന്നത് ക്രോസ് ചെയ്യാം. നമുക്കറിയാം, ക്രോസ് ചെയ്യാന്ന് പറഞ്ഞാല് നമ്മൾ ഈ ചെക്കിന്റെ മേലെ ഇടത്തെ മൂലയിൽ 2 വര വരച്ചാലും ക്രോസ് ആയി, അല്ലെങ്കിൽ 2 വര വരച്ചിട്ട് അതിൽ AC പേയ് എന്ന് എഴുതും. അതാണ് ക്രോസ് എന്ന് പറയുന്നത്. ക്രോസ് ചെയ്താൽ പിന്നെ ആ വ്യക്തിയുടെ അക്കൗണ്ടിലൂടെ മാത്രമേ ഇത് ക്യാഷാക്കി മാറ്റാൻ പറ്റുള്ളൂ. അതാണ് ക്രോസ് എന്ന് പറയുന്നത്. അക്കൗണ്ടിലൂടെ മാത്രമേ ക്യാഷ് ചെയ്യാൻ പറ്റൂ. ഡയറക്റ്റ് ക്യാഷിങ് പാടില്ല. അപ്പൊ അയാൾക്ക് അക്കൗണ്ടിലേക്ക് ഈ ബില്ല് പാസ്സാക്കി അക്കൗണ്ടിലേക്ക്, പിന്നെ ചെക്ക് പാസ്സാക്കി അക്കൗണ്ടിലേക്ക് വിടും. അക്കൗണ്ടിൽ നിന്ന് അയാൾക്ക് വിഡ്രോവൽ സ്ലിപ്പ് വെച്ചിട്ട് അയാൾക്ക് ക്യാഷ് വിഡ്രോ ചെയ്യാം. ഓക്കെ, ഇനി ചെക്ക് എഴുത്തും ഒപ്പുവെക്കലും തിരുവനന്തപുരത്തെ സ്റ്റേഷനറി കൺട്രോളറിൽ നിന്ന് ലഭിക്കുന്ന ഇൻഡെലിബിൾ ഇങ്ക് ഉപയോഗിച്ച് വേണമെന്ന നിയമം. അതൊന്നും ആരും ചെയ്യാറില്ല. ചെക്ക് എഴുതുന്നതും ചെക്കിൽ ഒപ്പുവെക്കുന്നതും എന്ന് വെച്ചാൽ മായ്ക്കാൻ കഴിയാത്ത മഷി, അതായത് തിരുവനന്തപുരത്തെ സ്റ്റേഷനറി കൺട്രോളിൽ നിന്ന് ലഭിക്കും, ഇൻഡെലിബിൾ ഇങ്ക് ലഭിക്കും. അത് ഉപയോഗിച്ച് വേണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഗവൺമെന്റ് ഓഫീസർമാരുടെ പേരിലുള്ള ചെക്കുകൾ എല്ലായ്പ്പോഴും അക്കൗണ്ട് പേയി എന്ന് ക്രോസ് ചെയ്യേണ്ടതും അല്ലാത്ത കേസിൽ അക്കൗണ്ട് ഗവൺമെന്റ് നോട്ട് പേയബിൾ ഇൻ ക്യാഷ് എന്ന് രേഖപ്പെടുത്തണം. ഒരു ഗവൺമെന്റ് ഓഫീസറുടെ പേരിലുള്ള ചെക്കാണെങ്കിൽ നിർബന്ധമായിട്ടും ക്രോസ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ അക്കൗണ്ട് പേയി എന്ന് എഴുതിയിട്ട് ക്രോസ് ചെയ്യണം. ലെഫ്റ്റ് ടോപ്പ് പോർഷനിൽ മൂലയ്ക്ക് 2 വര വരച്ച് AC പേയി എന്ന് എഴുതാം. അത് ആണ് നിർബന്ധമാണ് ഗവൺമെന്റ് ഓഫീസർമാരുടെ പേരിലുള്ള ചെക്കുകൾ. അപ്പം വേറൊരു രീതിയിൽ മാൽ പ്രാക്ടീസ് നടക്കുകയോ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ പണം വേറെ എങ്ങോട്ട് പോവുകയോ ഒന്നും ചെയ്യില്ല. ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അയാളുടെ അക്കൗണ്ടിലൂടെ മാത്രമേ അത് മാറാൻ വേണ്ടി കഴിയുള്ളൂ. ഇനി അല്ലാത്ത പക്ഷമാണെങ്കിൽ മേലെ നമ്മൾ എഴുതും, ഈ ചെക്കിന്റെ മുകളിൽ എഴുതും അക്കൗണ്ട് ഗവൺമെന്റ് നോട്ട് പേയബിൾ ഇൻ ക്യാഷ് എന്ന് രേഖപ്പെടുത്തും. ആ ചെക്കിന്റെ മുകളിൽ അങ്ങനെ രേഖപ്പെടുത്തും. അത് ക്യാഷായിട്ട് പണം കൊടുക്കരുത് ഈ ചെക്കിൽ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത പോയിന്റ്, 10 രൂപയിൽ താഴെയുള്ള ഒരു തുകയ്ക്ക് ചെക്ക് ഇഷ്യൂ ചെയ്യാൻ പാടില്ല. ഇത് റൂളാണ്. 10 രൂപയിൽ താഴെയുള്ള ഒരു തുകയ്ക്ക് ചെക്ക് ഇഷ്യൂ ചെയ്യാൻ പാടില്ല. അടുത്ത പോയിന്റ്, ട്രഷറി ചെക്കിന് ഇഷ്യൂ തീയതി മുതൽ 3 മാസമേ പ്രാബല്യമുള്ളൂ. ട്രഷറി ചെക്ക്, ബാക്കി ചെക്കുകളൊക്കെ തന്നെ 3 മാസമാണ്. നമ്മൾ ഇതിനും 3 മാസമാണ്. ഇനി ഒരു ഡ്രോയിങ് ഓഫീസർ താൻ എഴുതിയ ചെക്ക് നഷ്ടപ്പെട്ടതായി വിവരം ലഭിച്ചാൽ
ആ വിവരം ട്രഷറി ഓഫീസറിനെ അറിയിച്ച് പേയ്മെന്റ് സ്റ്റോപ്പ് ചെയ്യാൻ ആവശ്യപ്പെടണം. ഇപ്പോൾ ഒരു ഡ്രോയിങ് ഓഫീസർ ചെക്ക് എഴുതി കഴിഞ്ഞിട്ട് എത്ര ഒരു 10,000 രൂപയുടെ ചെക്ക് എഴുതി ഒപ്പെല്ലാം ഇട്ടു. പക്ഷെ ആ ചെക്ക് മിസ്സായി, എങ്ങനെയോ നഷ്ടപ്പെട്ടു. അങ്ങനെ നഷ്ടപ്പെട്ടാൽ അയാൾ അത് മനസ്സിലാക്കി. ഈ DDO, ഡ്രോയിങ് ആൻഡ് ഡിസ്പേഴ്സിംഗ് ഓഫീസർ ചെക്ക് നഷ്ടപ്പെട്ടതായി മനസ്സിലാക്കിയാൽ ആ വിവരം ആരെ അറിയിക്കണം? ട്രഷറി ഓഫീസറിനെ അറിയിക്കുക. അതിന്റെ മേലെയുള്ള പേയ്മെന്റ് സ്റ്റോപ്പ് ചെയ്യാൻ, അതിൽ പണം കൊടുക്കുന്നത് തടയണം. അപ്പൊ ചെക്കിന് നമ്പറൊക്കെ ഉണ്ടാവുമല്ലോ, ആ നമ്പറൊക്കെ വെച്ചിട്ടാണ് നമ്മൾ അപേക്ഷ കൊടുക്കുക, തടയണമെന്ന് അറിയിക്കുക ട്രഷറി ഓഫീസർ. ഇനി ചെക്ക് പുറപ്പെടുവിച്ചിട്ട് 12 മാസത്തിനുള്ളിൽ അത് ക്യാഷ് ആയിട്ടില്ല എങ്കിൽ, 3 മാസം ഉള്ളൂ എന്നുള്ള ഒരു വശത്ത് നിൽക്കുമ്പോൾ 12 മാസത്തിനുള്ളിൽ ഇത് ഒരു അനക്കവും വെച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല, അത് അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ഡ്രോയിങ് ഓഫീസറിന് ആ ചെക്ക് ക്യാൻസൽ ചെയ്യാം. ക്യാൻസൽ ചെയ്തിട്ട് ഡീറ്റെയിൽസ് പിന്നെ ട്രഷറി ഓഫീസറിന് നമ്മൾ റിപ്പോർട്ട് ചെയ്യും. അത് അവിടെ ഇരുന്ന് നമുക്ക് ആ ചെക്ക് കിട്ടേണ്ട ആവശ്യമില്ല, അല്ലാതെ ക്യാൻസൽ ചെയ്യും. എങ്ങനെ ക്യാൻസൽ ചെയ്യും? ക്യാൻസൽ ചെയ്തതിന് ശേഷം ഒരു പ്രൊസീഡിംഗ് സൈറ്റിൽ ഒരു ഓർഡർ ആക്കിയിട്ട് അത് ട്രഷറി ഓഫീസർക്ക് കൊടുത്താൽ മതി. ആ ക്യാഷ് ഏത് വഴിക്കാണ് വരേണ്ടത്? ആ ട്രഷറിയിലായിരിക്കും ആ ചെക്ക് എപ്പോഴായാലും സബ്മിറ്റ് ചെയ്യേണ്ടി വരിക. അപ്പൊ ആ രീതിയിൽ 12 മാസമായിട്ടും ക്യാഷ് ചെയ്തില്ല എങ്കിൽ പിന്നെ ഇല്ല എന്ന് ആ ചെക്ക് അങ്ങനെ തുടരുന്നുണ്ടെങ്കിൽ ഡ്രോയിങ് ഓഫീസർക്ക് ആ ചെക്ക് ക്യാൻസൽ ചെയ്യാം എന്നാണ് പറഞ്ഞത്. അടുത്ത പോയിന്റ്, ഗവൺമെന്റ് ഓഫീസർമാർക്കും ലോക്കൽ ഫണ്ട് മറ്റ് ഫണ്ട് ഓഫീസർമാർക്കും ആവശ്യമുള്ള ചെക്ക് ബുക്കുകൾ അച്ചടിക്കേണ്ടത് ഗവൺമെന്റ് പ്രസ് സൂപ്രണ്ടാണ്. തിരുവനന്തപുരം ഗവൺമെന്റ് പ്രസ്സിലാണ് ഈ ചെക്ക് ബുക്കുകളൊക്കെ അടിക്കേണ്ടത്. അതിന്റെ ഉത്തരവാദിത്തം ഗവൺമെന്റ് പ്രസ് സൂപ്രണ്ടിനാണ്. ഗവൺമെന്റ് പ്രസ്സിൽ നിന്നും ട്രഷറി ഓഫീസർമാരാണ് കൈപ്പറ്റേണ്ടത്. ഇത് ഈ ട്രഷറി ഓഫീസർ എന്ന് മാത്രം പറയുമ്പോൾ ഒരു ജില്ലാ ട്രഷറി ഓഫീസറെയാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ വീണ്ടും പറയേണ്ട ആവശ്യമില്ല. ഡിസ്ട്രിക്ട് ട്രഷറി ഓഫീസറാണ് ശരിക്കും നമ്മൾ ഈ TO അഥവാ ട്രഷറി ഓഫീസർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തൻ്റെ ജില്ലയിലേക്ക് ആവശ്യമുള്ള ഒരുപാട് സബ് ട്രഷറികൾ ഉണ്ടാവും ഓരോ ജില്ലയിലും. ആ സബ് ട്രഷറികൾക്കൊക്കെ ആവശ്യമുള്ള ചെക്ക് ബുക്കുകൾ സ്വീകരിക്കേണ്ടത് ഗവൺമെന്റ് പ്രസിൽ നിന്നും അതിൻ്റെ സൂപ്രണ്ടിൽ നിന്നും സ്വീകരിക്കേണ്ടത് ട്രഷറി ഓഫീസർമാരാണ്. അപ്പോൾ എത്ര ചെക്ക് ബുക്ക് വേണമെന്നുള്ള കാര്യം അതിൻ്റെ ഇൻഡന്റ്, കൺസോളിഡേറ്റഡ് ഇൻഡന്റ്, ഒരു ജില്ലയ്ക്ക് വേണ്ട കൺസോളിഡേറ്റഡ് ഇൻഡന്റ് ട്രഷറി ഓഫീസറാണ് തിരുവനന്തപുരത്തെ ഗവൺമെന്റ് പ്രസ് സൂപ്രണ്ടിന് അയച്ചു കൊടുക്കേണ്ടത്. ഇൻഡന്റ് കൊടുക്കാന്നറിയാമല്ലോ, എത്ര എണ്ണം വേണമെന്നുള്ള ഒരു റിക്വയർമെന്റ്. ഒരു ബുക്ക് ഇപ്പൊ ടെക്സ്റ്റ് പുസ്തകങ്ങളൊക്കെ നമ്മൾ കൊടുക്കുമ്പോഴത്തെ ഇൻഡന്റ് കൊടുക്കുക എന്ന് പറയും. അത് മുൻകൂട്ടി ഇന്ന പുസ്തകം ഇത്ര എന്ന് പറഞ്ഞിട്ട് ഒരു ലിസ്റ്റ് ഉണ്ടാക്കി കൊടുക്കുക, അതാണ് ഇൻഡന്റ് എന്ന് പറയുന്നത്. ഓക്കെ. അടുത്തത്, ചെക്ക് ബുക്കുകളുടെ കൗണ്ടർ ഫോയിൽ സൂക്ഷിക്കേണ്ട സമയപരിധി നിശ്ചയിച്ചിരിക്കുന്നത് കേരള ഫിനാൻഷ്യൽ കോഡിലെ ആർട്ടിക്കിൾ 338 പ്രകാരമാണ്. അത് 6 വർഷമാണ്. ഒരു ചെക്ക് ബുക്കുകളുടെ കൗണ്ടർ ഫോയിൽ എത്ര കാലം സൂക്ഷിക്കണമെന്ന് ചോദിച്ചാൽ 6 വർഷം സൂക്ഷിക്കണം. എവിടെയാണ് അതിന്റെ ആർട്ടിക്കിൾ, ഏത് പ്രകാരമാണ് എന്ന് ചോദിച്ചാൽ KFCയിലെ കേരള ഫിനാൻഷ്യൽ കോഡിലെ ആർട്ടിക്കിൾ 338 പ്രകാരമാണ് അത് എത്ര കാലം സൂക്ഷിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി ഈ ഉപയോഗശൂന്യമായ ചെക്ക് അല്ലെ ഉപയോഗിക്കാത്ത ചെക്ക്, കൗണ്ടർ ഫോയിൽസ്, ഇതൊക്കെ കത്തിച്ചു കളയണം. എപ്പോ? ആരുടെ സാന്നിധ്യത്തില്? ട്രഷറി ഡെപ്യൂട്ടി ഡയറക്ടറുടെ സാന്നിധ്യത്തിലാണ് ഇത് കത്തിച്ചു കളയേണ്ടത്. എന്തൊക്കെ? ഉപയോഗിക്കാത്ത ചെക്ക് ബുക്കുകൾ, പിന്നെ ഉപയോഗശൂന്യമായ ചെക്കുകൾ, ഇതെല്ലാം കൂടി നശിപ്പിക്കേണ്ടത്, കത്തിച്ചു കളയേണ്ടത് ട്രഷറി ഡെപ്യൂട്ടി ഡയറക്ടറുടെ സാന്നിധ്യത്തിലാണ്. അതും നമ്മൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന പോയിന്റാണ്, ഓർമ്മിച്ചു വെക്കുക. അപ്പൊ ചെക്ക് ബുക്കുകളുടെ കൗണ്ടർ ഫോയിൽ സൂക്ഷിക്കേണ്ട കാലാവധി 6 മാസം. അത് ഏത് റൂൾ അനുസരിച്ച്, ആർട്ടിക്കിൾ അനുസരിച്ചാണ്? KFC 338 ആർട്ടിക്കിൾ അനുസരിച്ചാണ്. അടുത്ത പോയിന്റ്, DDOയ്ക്ക് ചെക്ക് ബുക്ക് ആവശ്യമുണ്ടെങ്കിൽ അപേക്ഷ ആർക്ക് കൊടുക്കണം? ട്രഷറി ഓഫീസർക്ക് കൊടുക്കണം. അത് സബ് ട്രഷറിയാണ് നമ്മളുടെ പിന്നെ DDO എന്ന് പറഞ്ഞാൽ അറിയാലോ, ഡ്രോയിങ് ആൻഡ് ഡിസ്പേഴ്സിംഗ് ഓഫീസറിനാണ് നമ്മൾ DDO എന്ന് പറയുന്നത്, ശമ്പള വിതരണ ഉദ്യോഗസ്ഥൻ. അതാണ് നമ്മൾ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ. അപ്പോൾ അയാൾക്ക് ചെക്ക് ബുക്ക് ആവശ്യമുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? ട്രഷറി ഓഫീസർ അല്ലെങ്കിൽ അയാളുടെ പരിധിയിൽ സബ് ട്രഷറി ആണെങ്കിൽ സബ് ട്രഷറി ഓഫീസർക്ക് അപേക്ഷ കൊടുക്കണം. റൂൾ അനുസരിച്ച് ഒരു ചെക്ക് ബുക്ക് മാത്രമേ അറ്റ് എ ടൈമിൽ കൊടുക്കാൻ പാടുള്ളൂ, ഒരു സമയത്ത് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. ഇനി ഒരു ഗവൺമെന്റ് ജീവനക്കാരൻ ട്രഷറിയിലേക്ക് ചെക്ക് അയക്കുകയും അതിന്റെ പേയ്മെന്റ് പണമായിട്ടല്ല മറിച്ച് ട്രഷറി അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുകയും വേണ്ടി വരുമ്പോൾ ചെക്കിന്റെ പുറകുവശത്ത് റിസീവ്ഡ് എ സം ഓഫ് RS പേയ്മെന്റ്
ബൈ ട്രാൻസ്ഫർ ക്രെഡിറ്റ് ടു എന്ന് എൻഡോസ് ചെയ്യുകയും അതിന് താഴെ ഒപ്പുവെക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഒരു ജീവനക്കാരൻ എന്ത് ചെയ്തു? ട്രഷറിക്ക് ഒരു ചെക്ക് കൊടുത്തു. ചെക്ക് കൊടുത്തിട്ട് അയാൾ പറയുന്ന ട്രഷറി അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം, പണമായിട്ട് വേണ്ട. ആ ചെക്കിന്റെ പണം ഇപ്പോൾ 10,000 രൂപയാന്ന് വെച്ചോ, ആ 10,000 രൂപ പണമായിട്ട് വേണ്ട, പിന്നെ ട്രഷറി അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുക വേണ്ടത്. അങ്ങനെയെങ്കിൽ ആ ചെക്കിന്റെ മറുപുറത്ത് അയാൾ ആ വാചകം എഴുതി ചേർക്കണം, റെസീവ്ഡ് പേയ്മെന്റ് ബൈ ട്രാൻസ്ഫർ ക്രെഡിറ്റ് ടു എന്ന് എഴുതി അദ്ദേഹം താഴെ ഒപ്പുവെക്കേണ്ടതാണ്. എങ്കിൽ മാത്രമേ അത് എന്തായി ഒപ്പുവെക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ അത് അദ്ദേഹത്തിന്റെ ട്രഷറി അക്കൗണ്ടിലെ ക്രെഡിറ്റ് ചെയ്യും ചെക്ക്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം, അടുത്ത എപ്പിസോഡിൽ പറയാം. ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ ചെക്കിനെ സംബന്ധിച്ചാണ്, ചെക്കിൽ തന്നെ കുറേ പോയിന്റ് ഉണ്ട്. കൗണ്ടർ പിന്നെ 6 വർഷത്തെ പരിധി, ചെക്ക് ബുക്കുകളുടെ കൗണ്ടർ ഫോയിൽ ആരുടെ സാന്നിധ്യത്തിലാണ് കത്തിച്ച് കളയേണ്ടത്, ഇങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഈ ചെക്ക് ബുക്കുമായിട്ട് ബന്ധപ്പെട്ട് ചെക്ക് ബുക്ക് ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ആ ചോദ്യങ്ങളെല്ലാം നമുക്ക് അടുത്ത എപ്പിസോഡിൽ പറയാം. സമയം കൂടണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഈ എപ്പിസോഡ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. എന്നെ സശ്രദ്ധം കേട്ട എല്ലാ പരീക്ഷാർത്ഥികളാണല്ലോ ഇത് കേൾക്കുക, നന്ദിയുണ്ട്, നമസ്കാരം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കണം എന്നൊരു അഭ്യർത്ഥനയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.